വിടാൻ ഇല്ല. ഞാൻ പറയില്ലേ പല്ലവി. എന്തുപറ്റി പല്ലവി? ഞാനിവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കണ്ടിട്ടും കാണാത്ത മട്ടിൽ സാർ എവിടുന്ന് പോകുന്നു. അത്ര അത്യാവശ്യമായിട്ട് സാർ ഇത് എവിടെ പോവാ? ഞാൻ എന്തിനാ കരയുന്നതെന്ന് സാറിന് അറിയോ? അതെന്താന്ന് പറഞ്ഞാലല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ. സാറിന് അതൊന്നും അറിയണ്ട, അത്രേ ഉള്ളൂ. പല്ലവി, സാർ അത്രമാത്രം പ്രാധാന്യം എനിക്ക് തന്നിട്ടുള്ളൂ. പല്ലവി, നീ ഇങ്ങനെ പരിഭവിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. ഞാനതൊന്നും അറിയട്ടെ. ചേച്ചി എന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് തല്ലി. പാർവതി നിന്നെ തല്ലിയോ? ആ, തല്ലി. എന്തിനാ തല്ലിയത്? അത് എന്നോടല്ല ചോദിക്കേണ്ടത്, ചേച്ചിയോടാ. പോയി ചോദിക്കേ. സാറ് പോയി ചോദിക്കണം. എന്റെ ഭാര്യയെ തല്ലിയത് എന്തിനാണെന്ന് സാർ അവളോട് പോയി ചോദിക്കണം. ചോദിച്ചേ തീരൂ. അങ്ങനെ വെറുതെ ഒന്നും അറിയാതെ പോയി ചോദിക്കാൻ പറ്റുമോ? എന്തിനാണ്, എന്ത് കാരണത്തിന്റെ പേരിലാണ് തല്ലിയതെന്ന് ഞാൻ അറിയണ്ടേ? കിട്ടും. ഗുവിൻ സാറേ, ഇതിൽ കൂടുതലൊന്നും എനിക്ക് ഈ കാര്യത്തിൽ പറയാനില്ല. ഇതുപോലൊരു ഭർത്താവിനെയാണല്ലോ ദൈവമേ എനിക്ക് കിട്ടിയത്. പാർവതി, നിനക്ക് ഈ ജ്യോതിഷവും പൂജയൊക്കെ നല്ല വശമാണല്ലോ. അതെ വിശാൽ സാർ, അതിനെന്താ? ഈ ചൊവ്വാദോഷമുള്ള പെൺകുട്ടികളുടെ കല്യാണം നടക്കില്ലേ? അതൊരു വലിയ പ്രശ്നാ. ചൊവ്വാദോഷക്കാർക്ക് ചൊവ്വാദോഷക്കാര് തന്നെ വേണം. അങ്ങനെ ഒരാളെ ഒത്തുകിട്ടുന്നത് വരെ നീണ്ടുപോകാനും ചിലപ്പോ വിവാഹം തന്നെ നടക്കാനും സാധ്യതയില്ല. അയ്യോ, നിന്റെ നാവുകൊണ്ട് അങ്ങനെ പറഞ്ഞാലേ ആ പാവത്തിന്റെ കല്യാണം തന്നെ നടക്കാതെ പോകും. ആരുടെ കാര്യ വിശാൽ സാർ ഈ പറയുന്നേ? എൻ്റെ ഒരു ഫ്രണ്ടിന്റെ. ആ, അതാരാണെന്ന് എനിക്കറിയാം. വന്ദനയല്ലേ? വന്ദനയുടെ കല്യാണം നടക്കോ ഇല്ലയോന്ന് എന്നോട് ചോദിക്കണ്ട. ആ കഥ ഓഗസ്റ്റ് 12-ാം തീയതി രാത്രി 7 മണിക്ക് കാണാം, നമ്മുടെ സ്വന്തം സീ കേരളം ചാനലിൽ. മാനത്തെ കൊട്ടാരം. എന്നാലേ അത് കണ്ടിട്ട് എന്നെ കാര്യം. നിങ്ങളും കാണണം. ഓഗസ്റ്റ് 12-ാം തീയതി രാത്രി 7 മണിക്ക് മാനത്തെ കൊട്ടാരം. പാർവതി, താനെന്തിനാ ഇന്ന് പല്ലവിയെ തല്ലിയത്? എന്താ കാരണം? സർ, അത് അവൾക്ക് കിട്ടേണ്ടത് തന്നെയാ. ചേച്ചി എന്നും അവളുടെ രക്ഷകർത്താവെന്ന നിലയ്ക്കും എനിക്കത് ചെയ്യാം. ഞങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ മരുമകളായി കഴിയുമ്പോൾ
ഈ കുടുംബത്തിന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കേണ്ട മര്യാദ ഞങ്ങൾക്കുണ്ട്. അതുപോലെ മാന്യതയോടെയും അച്ചടക്കത്തോടെയും വേണം ഇവിടെ ജീവിക്കേണ്ടത്. അത് ഞങ്ങളുടെ കടമയാണ്, ഉത്തരവാദിത്വമാണ്. എന്റെ വിഷമം അത് സാറിന് അറിയില്ലല്ലോ. എന്റെ നെഞ്ച് നീറുവാ. അവളെ ഒരു ഈർക്കിൽ കൊണ്ടുപോലും തല്ലി വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. അത് വലിയ പ്രയാസ. ഞാൻ അവളെ. തന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സംഭവിച്ചു പോയില്ലേ, വിട്ടുകളയ. ഈ വീട്ടിലെ സകല പണികളും എടുത്ത് ഈ കൈ മരം പോലെയായി. അതൊന്നും സാരമില്ല സർ. സാരമുണ്ട്. ഈ കൈ പൂ പോലെ മൃദുലമായിരിക്കണം. ഇവിടെ താൻ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടല്ലേ? അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ സർ. തന്നെ എന്റെ ഭാര്യയായി കിട്ടിയത് എന്റെ മഹാഭാഗ്യമാണോ? സാറിന്റെ ഭാര്യയാകാൻ സാധിച്ചത് എന്റെ സുഹൃതമാണ് സർ. ഇതുവരെ ഇവളുടെ ഉള്ളിലെ കാർമ്മയൊക്കെ ഒഴിഞ്ഞു പോയില്ലേ? മുഖം കണ്ടിട്ട് കലി ഒടുങ്ങിയ മട്ടില്ല. വീണ്ടും എന്തെങ്കിലുമൊക്കെ ചോദിച്ച് എന്റെ സ്വസ്ഥത കളയാനാവും ഭാവം. നീ ഇതുവരെ കിടന്നില്ലേ? ഞാൻ കരുതി കിടന്നിട്ടുണ്ടാവൂന്ന്. അതെ വിപിൻ സാറേ. സാറേ, എനിക്കൊരു കാര്യം സാറിനോട് ചോദിക്കാനുണ്ട്. ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ. സാറേ, എന്താ ആലോചിക്കുന്നത്? ഞാൻ ചോദിക്കുന്നതിന് സാർ കൃത്യമായ ഉത്തരം തരണം. ഞാൻ ചോദിക്കട്ടെ? ചോദിച്ചോ. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ ഉത്തരം തരാം. എന്താ അറിയേണ്ടത്? ഈ വീട്ടിലെ ഏത് മരത്തിലാ പണം കായ്ക്കുന്നേ? പണം കായ്ക്കുന്ന മരോ? അതെ, പണം കായ്ക്കുന്ന മരം. അത് ഏത് മരമാ? പല്ലവി, നീ വല്ല ചിത്രകഥയും വായിച്ചോ? അതിലുള്ള ഏതെങ്കിലും കടങ്കഥയെ പറ്റിയാണോ നീ ചോദിക്കുന്നത്? ഏയ് അല്ല, ഇത് ചിത്രകഥയും കടങ്കഥയൊന്നും അല്ല. പിന്നെ ഇപ്പൊ പണം കായ്ക്കുന്ന മരത്തിന്റെ ചിന്ത നിനക്ക് എവിടെ നിന്ന് കിട്ടി? അത് ആചാര്യ വക്കീല് പാർവതിയെ ഏൽപ്പിച്ച സഞ്ചിയില്ലേ, അതില് പണം കായ്ക്കുന്ന മരമെന്ന് എഴുതിയിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അത് എന്തോ ഒരു കോഡാണ്. ഞാൻ കരുതി ആ കോഡിന്റെ അർത്ഥം സാറിന് അറിയായിരിക്കുമെന്ന്. അപ്പോ സാറിനും അത് അറിയില്ല അല്ലേ? എനിക്കിതൊന്നും അറിയില്ല പല്ലവി. വെറുതെ ഓരോന്ന് ചിന്തിച്ച് സമയം പഴക്കാതെ വേഗം കിടന്നുറങ്ങാൻ നോക്ക്. പണം കായ്ക്കുന്ന മരവേ നമ്മുടെ തൊടിയിലെ സകല മരത്തിലും പണം കായ്ക്കും. നീ ഈ രാത്രി തന്നെ പോയി എല്ലാ മരവും ഒന്ന് കുലുക്കി നോക്ക്. ചെല്, ഞാൻ കിടന്നുറങ്ങാൻ പോവാ. വിപിൻ സാറേ,
കണ്ടുപിടിക്കും. ആരോട് ചോദിച്ചാ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും? എന്തായാലും ഞാനിത് കണ്ടുപിടിക്കും. ഇത്രയും കാലം നമ്മൾ ചെലവാക്കിയ പണം എല്ലാം വെറുതെ, സകലതും നഷ്ടം. അവസാനമായി ആ ഗുരുജിക്ക് കൊടുത്ത 5 ലക്ഷം രൂപയെ പോയി കിട്ടി. ഇനിയും ഇങ്ങനെ പണം ചെലവായിക്കൊണ്ടിരുന്ന ഒടുവില് നമ്മൾ പിച്ചെടുക്കേണ്ടി വരും അമ്മേ. എടാ, അവനും അവൾക്കും എതിരെയുള്ള ഓരോ പ്ലാനും വിജയിക്കുമെന്ന് കരുതിയല്ലേ നമ്മൾ ഇത്രയും പണം വാരി എറിയുന്നത്? അവസാനം അവറ്റകൾ ഏത് വിധേനയും രക്ഷപ്പെട്ടു വരും. അപ്പോ നമ്മൾ ചെലവഴിച്ച പണം പാഴായി തീരും. എത്രയും പെട്ടെന്ന് അവന്റെ അവളുടെ കാര്യത്തില് ഒരു തീരുമാനം നമ്മൾ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വെറും വിഡ്ഢികളായി തീരും, കഴിവുകെട്ട ജന്മങ്ങളായി പോവും. ആന്റി, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ആന്റി, ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായി അറിയാം. പലവട്ടം വിശാലിനെയും പാർവതിയെയും കൊല്ലാൻ നിങ്ങൾ പ്ലാൻ ചെയ്തതും ഒടുവിൽ പാർവതി കാരണം ആ പ്ലാൻ എല്ലാം ഫ്ലോപ്പ് ആയതും, മരണത്തെ മുഖാമുഖം കണ്ടിട്ട് വിശാലും പാർവതിയും രക്ഷപ്പെട്ടതും എല്ലാം. അതൊക്കെ ഒന്നൊന്നായി ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരട്ടെ. പ്ലാൻ നമ്പർ 1. അപ്പോൾ വിശാല മുതലാളിക്ക് വെച്ച് ബിസിനസ് ടൂറിന് പോവാണല്ലേ? ഇനി പോയിക്കാം. ചേച്ചി പറഞ്ഞെടുത്ത് ഞാൻ പോയി, പക്ഷെ നടന്നില്ല. ഇതിലും കൂടിയതായിരുന്നു മറ്റേത്. ഉമിനീരിൽ കലർന്ന നിമിഷം തന്നെ ആള് കാലിയാവും, എല്ലാം കഴിയും. എന്ത് ചെയ്യാന്, കിട്ടണ്ടേ? പറഞ്ഞിട്ടെന്താ, അവസാനം പവനായി ശവമായി എന്ന് പറഞ്ഞതുപോലെ ആയി. റിയ, ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? എല്ലാം ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് പറഞ്ഞത്. എടാ, നീ എന്തിനാ ഇതൊക്കെ റിയോട് പറയാൻ പോയത്? ഞാൻ അറിഞ്ഞതുകൊണ്ട് ഒരു കുഴപ്പമില്ല ആന്റി. ആന്റിക്കും വിനയ്ക്കും ഇപ്പൊ വിശാലിന്റെയും പാർവതിയുടെയും കഥ കഴിക്കണം, അത്രയല്ലേ വേണ്ടു. അതിന് ഞാൻ സഹായിക്കാം. നീ എങ്ങനെ സഹായിക്കുന്നു? ആന്റി, ആദ്യം തീർക്കേണ്ടത് പാർവതിയെയാ. അവൾക്ക് ഗായത്രി ദേവിയുടെ ആത്മാവ് കൂട്ടായിട്ടുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഒരുക്കിയ എല്ലാ പദ്ധതികളിൽ നിന്നും അവള് വിശാലിനെ രക്ഷപ്പെടുത്തിയത്. അവളെ നശിപ്പിച്ച പിന്നെ വിശാലിനെ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. അതിന് പാർവതിയെ എങ്ങനെ കൊല്ലും? എന്താ നിന്റെ പ്ലാൻ? നാളെ പാർവതി കമ്പനിയിലെ തൊഴിലാളികൾക്ക് ബോണസ് വിതരണം ചെയ്യാൻ പോവാ. അതിനോടൊപ്പം അവളുടെ കൈകൊണ്ട് തന്നെ അവൾ ആഹാരം തയ്യാറാക്കി തൊഴിലാളികൾക്ക് വിളമ്പുന്നുമുണ്ട്. അതൊക്കെ ഞങ്ങൾക്കറിയാം. അവിടെ നീ എന്താ ചെയ്യുന്നത്? നാളെ അവൾ തൊഴിലാളികൾക്ക് വേണ്ടി
ആഹാരം പാകം ചെയ്യുമ്പോ അവിടെ ഒരു ബോംബ് പൊട്ടും. ആ ബോംബ് ബ്ലാസ്റ്റിൽ പാർവതി ക്ലോസ്. അതിന് ഇതൊക്കെ നടക്കുവോ? ആന്റി കണ്ടോ? പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. എന്ത് കണ്ടീഷൻ? ഈ ചെയ്യുന്ന പ്രവൃത്തിക്ക് എനിക്കൊരു പ്രതിഫലം വേണം. അത്രയുള്ളോ? നിനക്ക് പ്രതിഫലമായി എത്രയാ വേണ്ടത്? വളരെ ചെറിയൊരു പ്രതിഫലമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്വത്തിന്റെ 10%. 10% എനിക്ക് പ്രതിഫലമായി തന്നാ മതി. അത്രയുള്ളോ? അത് ഞാൻ നിനക്ക് തീർച്ചയായിട്ടും തന്നിരിക്കും. നീ നാളെ പാർവതിക്ക് വേണ്ടി ബോംബ് വെച്ചോ? നിനക്കുള്ള ബോംബ് ഞാൻ വേറെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഉം. എന്താ തകൃതിയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്? അല്ല, ഞാൻ നാളെ തൊഴിലാളികൾക്ക് ബോണസ് കൊടുക്കാൻ വേണ്ടി ഓഫീസിലേക്ക് പോകുന്നുണ്ടല്ലോ. അന്നേരം അവർക്ക് ബോണസ് കൂടാതെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങളും കൂടി ചെയ്യണമെന്ന് എനിക്കുണ്ട്. അതിന്റെ ഒരു ലിസ്റ്റാണ് ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓ, അത് കൊള്ളാലോ. തൊഴിലാളികളുടെ ക്ഷേമമാണ് നമ്മുടെ കമ്പനിയുടെ ഐശ്വര്യം. അതുകൊണ്ട് അവരുടെ ക്ഷേമകാര്യങ്ങളിൽ ഒരു കുറവും വരുത്താൻ പാടില്ല. അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ കൃത്യമായി സഹായിച്ചാലല്ലേ അവര് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നന്ദിപൂർവ്വം സ്മരിക്കുള്ളൂ. ഗ്രേറ്റ്. ഇതേ നല്ലൊരു ആശയം. ഇത് നല്ലൊരു തീരുമാനം തന്നെയാ. കൺഗ്രാറ്റുലേഷൻസ്. ഞാനിതൊക്കെ എഴുതി തയ്യാറാക്കിയെങ്കിലും സാറിന്റെ അനുവാദം ഇല്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല. ഏയ്, ഇതിനൊന്നും എൻ്റെ അനുവാദത്തിൻ്റെ ആവശ്യമില്ല പാർവതി. താൻ ചെയർപേഴ്സൺ അല്ലേ. ഈ കാര്യങ്ങളൊക്കെ തനിക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാം. അതെ, താൻ ഈ തൊഴിലാളികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാ. എനിക്കെന്ത് ഗിഫ്റ്റാ തരാൻ പോകുന്നേ? സാറേ, ആ വാതിലടച്ചിട്ടോ.
ദൈവമേ, ഇന്ന് നമ്മുടെ തൊഴിലാളികൾക്ക് ബോണസ് കൊടുക്കുന്ന ദിവസം. അത് മാത്രമല്ല, അമ്മയുടെ പാത പിന്തുടർന്നുകൊണ്ട് തൊഴിലാളികളുടെ ക്ഷേമം മുൻനിർത്തി ചില പദ്ധതികളും ഞാൻ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ പദ്ധതികളും ഇന്നു മുതൽ ഞാൻ നടപ്പിലാക്കാൻ തുടങ്ങും. എല്ലാത്തിനും ദേവമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഓഹോ, മാഡം തൊഴിലാളികൾക്ക് ബോണസ് കൊടുക്കാൻ പോവാണോ? അതിനു മുമ്പ് ഇവളുടെ കഥ കഴിയും. എന്റെ പ്ലാൻ അനുസരിച്ച് എല്ലാം കൃത്യസമയത്ത് തന്നെ നടന്നിരിക്കും.